ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർണായകമായ ഒരു വർഷമായിരുന്നു 2024 എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർണായകമായ സാങ്കേതിക വിദ്യകൾ ലഭിക്കാൻ പോകുന്നു. അതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലുള്ള ആ ഒരു നൈപുണ്യം അല്ലെങ്കിൽ ആ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് ഇത് ലഭിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ്, അതായത് എന്താണ് ഈ വിഷയം എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യ അഭിമുഖീകരിച്ച, അതായത് ഇപ്പോഴല്ല നേരത്തെ ഇന്ത്യ അഭിമുഖീകരിച്ച ഒരു ശക്തമായ പ്രതിസന്ധിയെക്കുറിച്ച് പ്രേക്ഷകർ അറിയണം. പാകിസ്ഥാന്റെ ഒരേ ഒരു പ്രവർത്തന അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ മുങ്ങിക്കപ്പൽ, പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഒരു മുങ്ങിക്കപ്പലാണ്. ആ മുങ്ങിക്കപ്പലിന്റെ പേര് അഗസ്റ്റ ക്ലാസ് PNS SAD സാദ്. അങ്ങനെ ഒരു മുങ്ങിക്കപ്പൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. വളരെയധികം ആധുനിക സൗകര്യങ്ങളുള്ള ഒരു മുങ്ങിക്കപ്പലായിരുന്നു അത്. ഈ മുങ്ങിക്കപ്പൽ ഒരു ദിവസം പാകിസ്ഥാൻ കടലിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഈ മുങ്ങിക്കപ്പൽ എങ്ങോട്ട് പോയി എന്നറിയാതെ ഇന്ത്യൻ നാവികസേന നെട്ടോട്ടമോടുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കാണാനായി സാധിച്ചത്. സാദിൽ ഒരു പ്രത്യേകതരം സാങ്കേതിക വിദ്യയുണ്ട്. ആ സാങ്കേതിക വിദ്യയുടെ പേരാണ് AIP എന്ന് പറയുന്നത്. ഈ പേര് ഓർത്തു വച്ചിരിക്കുക, AIP എന്ന് പറഞ്ഞാൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്നാണ് ഇതിന്റെ പേര്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ. ഈ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുള്ള സാദ് മുങ്ങിക്കപ്പൽ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിനടിയിൽ എത്ര നാൾ വേണോ, അതായത് 10 മുതൽ 14 ദിവസം വരെ, അത്രയും നാൾ ഈ കപ്പലിന് മുങ്ങിക്കിടക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഈ കപ്പൽ അപ്രത്യക്ഷമായപ്പോൾ ഇന്ത്യൻ നാവികസേന ഒന്ന് പരിഭ്രമിച്ചു. കാരണം ഈ സാദ് എന്ന് പറയുന്ന മുങ്ങിക്കപ്പലിന് 3 ദിവസത്തിനകം ഗുജറാത്ത് തീരത്തേക്കും 5 ദിവസത്തിനുള്ളിൽ മുംബൈ വെസ്റ്റിലെ ഈ നാവികസേന കേന്ദ്രത്തിലും എത്താനായി സാധിക്കും. അങ്ങനെ 14 ദിവസം വരെ ഈ കപ്പൽ മുങ്ങിക്കിടക്കുന്ന ഒരു കപ്പലായതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ ഗുജറാത്തിലേക്കും 5 ദിവസത്തിൽ മുംബൈയിലേക്കും എത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേന എന്തു ചെയ്തു എന്നറിയണ്ടേ? ഇന്ത്യൻ നേവി അന്തർവാഹിനി വിരുദ്ധ വിദഗ്ധ യുദ്ധ കപ്പലുകളും P-81 വിമാനങ്ങളും ഈ ഭീഷണി തിരിച്ചറിഞ്ഞ് 21 ദിവസത്തെ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ കപ്പലിന് വേണ്ടി ആരംഭിച്ചു. ഈ സാദിന് വേണ്ടി 21 ദിവസത്തെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഈ കപ്പൽ വീണ്ടും പൊങ്ങി വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം AIP എന്ന് പറയുന്ന ഈ നിർണായകമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. ഒന്നുകൂടെ പറയാം, AIP എന്ന് പറഞ്ഞാൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ. ഈ സാങ്കേതിക വിദ്യയുള്ള മുങ്ങിക്കപ്പലുകൾ, ഈ സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് തന്നെ കടലിനടിയിൽ ധാരാളം ദിവസം, 14 ദിവസം വരെ മുങ്ങിക്കിടക്കാൻ സാധിക്കും. ഇതിന് റീചാർജ് ചെയ്യാനായി മുകളിലേക്ക് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇന്ത്യക്ക് ഈ സാങ്കേതിക വിദ്യ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്ത്യയുടെ ഒരു അപജയമായിരുന്നത് അന്നത്തെ കാലത്ത്. ഇനി എന്ത് സംഭവിച്ചു എന്ന് പറയാം. പാകിസ്ഥാന്റെ പക്കൽ 5 ഫ്രഞ്ച് ബിൽഡ് സബ്മറൈനുകളുണ്ട്. അതായത് ഫ്രാൻസിൽ നിർമ്മിച്ച 5 സബ്മറൈനുകളുണ്ട്. പാകിസ്ഥാൻ അതിൻ്റെ സമുദ്ര ആസ്തി വർദ്ധിപ്പിക്കാൻ, അതായത് പാകിസ്ഥാന്റെ സമുദ്രത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനായി ജർമ്മനിയിൽ നിന്നാണ് ഈ AIP സിസ്റ്റം ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. ജർമ്മനിയിലാണ് സബ്മറൈൻ നിർമ്മാണത്തിലെ അഗ്രഗണ്യന്മാരായിട്ടുള്ള കമ്പനികളുള്ളത്. ഈ അഗ്രഗണ്യന്മാരായിട്ടുള്ള കമ്പനികളാണ് ഈ AIP സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. ഈ സിസ്റ്റം പാകിസ്ഥാന് കൊടുത്തത് ജർമ്മനിയാണ്. SSK, അതായത് AIP പവേർഡ് കൺവെൻഷണൽ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി. ഇങ്ങനെ ഒരു അന്തർവാഹിനി. ഈ അന്തർവാഹിനിയുടെ പ്രത്യേകത ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപരിതലത്തിൽ വരാൻ 10 മുതൽ 14 ദിവസം വരെ വെള്ളത്തിനിടയിൽ നിൽക്കാൻ SSK എന്ന് പറയുന്ന ഈ ഒരു SSK AIP പവേർഡ് കൺവെൻഷണൽ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിക്ക് സാധിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജർമ്മനിയുടെ ഒരു സാങ്കേതിക വിദ്യയാണ്. എന്നാൽ ഇനി എന്ത് സംഭവിച്ചു എന്ന് പറയാം. 2020 ഓഗസ്റ്റിൽ അന്നത്തെ ജർമ്മൻ ചാൻസലറായിരുന്ന ഏഞ്ചല മെർക്കൽ ജർമ്മൻ ഫെഡറൽ സെക്യൂരിറ്റി കൗൺസിലിൽ AIP സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നിരസിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. പാകിസ്ഥാന് ഇനി ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് ആഞ്ചല മെർക്കൽ പറയുകയുണ്ടായി. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൈനയും പാകിസ്ഥാനും ഒരു സംയുക്ത പദ്ധതിക്ക് തുടക്കമിടുന്നുണ്ടായിരുന്നു. ആ സംയുക്ത പദ്ധതി എന്ന് പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരൊരുമിച്ച് സബ്മറൈൻ നിർമ്മിക്കും. ആ അന്തർവാഹിനിക്ക് വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ ഇത് ചോദിച്ചത്. അത് ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് ജർമ്മനി പറഞ്ഞിരുന്നു. പോരാത്തതിന് ജർമ്മനിയുടെ
അത്യാധുനിക സബ്മറൈൻ എഞ്ചിനുകൾ ഡീസൽ എഞ്ചിനായിട്ടുള്ള MTU-12V396SC-84 ഡീസൽ എഞ്ചിൻ പവർ പ്ലാന്റ് ലൈസൻസും പാകിസ്ഥാൻ കൊടുക്കില്ല, അതും തടഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പിന്നെ നിർമ്മിച്ച അന്തർവാഹിനിക്ക് ചൈനീസ് ഡീസൽ എഞ്ചിൻ ആയിട്ടുള്ള CHD-620 ഇതും കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇനി ജർമ്മനി ഈ നിലപാടെടുക്കാൻ വേറൊരു കാരണം കൂടെയുണ്ട്. അത് 2017 മെയ് മാസത്തിൽ കാബൂളിലെ ജർമ്മൻ ട്രക്ക് ബോംബ് ആക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ജർമ്മനിയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു കാരണമാണ്. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ രാജ്യം അവിടേക്ക് എൻട്രി ചെയ്യുന്നത്, അതായത് ഇന്ത്യയുടെ എൻട്രി. ഇന്ത്യ കൃത്യമായിട്ടുള്ള നയതന്ത്രം ഉപയോഗിച്ച് ഇന്ത്യ ആ സമയത്ത് എൻട്രി ചെയ്തു. ഇന്ത്യൻ നേവിക്ക് AIP അന്തർവാഹിനി ഇല്ല. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ കീഴിൽ AIP സബ്മറൈൻ നിർമ്മിക്കാനുള്ള പദ്ധതി ആ സമയം നമ്മുടെ പ്രതിരോധ വകുപ്പ് രൂപീകരിക്കുന്നു. 6 AIP സബ്മറൈനുകൾ നമ്മൾ നിർമ്മിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ജർമ്മനിയുമായി ചേർന്നാണ്. ജർമ്മനിയുടെ ഏറ്റവും വലിയ സബ്മറൈൻ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ജർമ്മൻ ടൈസൺ ഗ്രൂപ്പും TKMS-ഉം ഇന്ത്യൻ മസഗൺ ഡോക്യാർഡ് ലിമിറ്റഡ് MDL-ഉം ചേർന്നുകൊണ്ട് കരാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ജർമ്മനി, ഫ്രാൻസ്, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഈ നിർണായക സാങ്കേതിക വിദ്യ ലഭിക്കാനായി ഇന്ത്യ ധാരാളം കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിർണായക ഈ സാങ്കേതിക വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നേവി അത്യധികം ശക്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഉണ്ടായില്ല. 6 സബ്മറൈനുകളാണ് ഇപ്പോൾ AIP എന്ന് പറയുന്ന നിർണായക സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. ജർമ്മനിയുടെ സഹായം ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. ജർമ്മനിയും ഇന്ത്യയും സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.